കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ 1934 മുതൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. നിരോധനത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരസ്യമായി അതിൻ്റെ സമ്മേളനങ്ങൾ നടത്താൻ കഴിയുമായിരുന്നില്ല. ബ്രിട്ടീഷ് ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേലിൽ ഏർപ്പെടുത്തിയിരുന്ന നിരോധനം പിൻവലിക്കുന്നത് 1942 മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നിയമവിധേയമായ സാഹചര്യത്തിൽ അന്നത്തെ ദേശീയ നേതൃത്വം ആദ്യം തീരുമാനിച്ചത് പാർട്ടിയുടെ ദേശീയ സമ്മേളനം നടത്തുന്നതിനെ സംബന്ധിച്ചാണ്. അങ്ങനെയാണ് ഒന്നാം പാർട്ടി കോൺഗ്രസ് നടത്തുന്നതിന് വേണ്ടിയുള്ള ആലോചന പാർട്ടിയുടെ അന്നത്തെ ദേശീയ നേതൃത്വം നടത്തുന്നത്. നിയമവിധേയമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം പാർട്ടി കോൺഗ്രസ് ബോംബെയിൽ വെച്ച് 1943 മെയ് 23 മുതൽ ജൂൺ 1 വരെയാണ് ചേരുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നത്. അന്ന് ബോംബെ മേഖല, ബോംബെ സ്റ്റേറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. AITUC രൂപീകൃതമായതും ആ ബോംബെയിലാണ്. ബോംബെയിലെ തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയും അന്ന് AITUC ആയിരുന്നു. AITUCയുടെ നല്ല പിൻബലം ഉണ്ടായതുകൊണ്ട് തന്നെ ബോംബെയിൽ വെച്ച് ഒന്നാം പാർട്ടി കോൺഗ്രസ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുകയായിരുന്നു എന്ന് വേണം ചരിത്രമാകെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എസ്.എ. ഡാംഗയുടെ ഉദ്ഘാടനത്തോടു കൂടി ആരംഭിച്ച പൊതുസമ്മേളനം കാങ്കാർ മൈതാനത്താണ് നടന്നത്. ആ സമ്മേളനത്തിന് ശേഷം ഒന്നാം പാർട്ടി കോൺഗ്രസ് ആരംഭിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം പാർട്ടി കോൺഗ്രസ് ബോംബെയിൽ വെച്ച് ചേരുമ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് 136 പ്രതിനിധികൾ മാത്രമാണ്. കൂടുതൽ പ്രതിനിധികൾ അതിൽ പങ്കെടുത്തിരുന്നു എന്നൊന്നും ധരിക്കരുത്. സെലക്ട് ചെയ്ത് 136 പ്രതിനിധികളാണ് ഒന്നാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തിരുന്നത്. ആ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, പങ്കെടുത്തിരുന്ന പ്രതിനിധികളിൽ 70% ആളുകളും ജയിൽവാസം അനുഭവിച്ചിരുന്നവരാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ പങ്കെടുത്ത പ്രതിനിധികളിൽ ഞാനതൊരു ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, 86 പേർ ബുദ്ധിജീവി വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. എന്ന് പറഞ്ഞാൽ തൊഴിലാളി, കർഷകർ, ഇടത്തരക്കാർ എന്നൊക്കെ നമ്മുടെ ക്രെഡൻഷ്യൽ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നതിൽ അതിൽ കൂടുതൽ ആളുകളും ഇൻ്റലിജൻഷ്യ വിഭാഗത്തിൽ പെട്ടവരായിരുന്നു. അതിൻ്റെ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആ കാലഘട്ടത്തിൽ ആകർഷിക്കപ്പെട്ട് വന്നവരിൽ മഹാഭൂരിപക്ഷവും ആശയങ്ങളുടെ പുറത്ത് ആകർഷകരായി വന്നവരാണ്. മാർക്സിസം, ലെനിനിസം തുടങ്ങിയ ഐഡിയോളജി അംഗീകരിച്ചുകൊണ്ടും ആ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആകർഷണ വലയത്തിൽ വന്നവരാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരിൽ മഹാഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തിപരമായ യാതൊരു താല്പര്യങ്ങളും ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ നേടുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അതിലേറ്റവും കൂടുതലായി എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ആ ഒന്നാം പാർട്ടി കോൺഗ്രസ്സിൽ PC ജോഷി റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം നമ്മുടെ പാർട്ടി ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 9 മണിക്കൂറാണ് PC ജോഷിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗം നീണ്ടു നിന്നത്. അതിൽ ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ ക്രമാനുഗതമായ വളർച്ചയെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം പാർട്ടി കോൺഗ്രസ്സിൽ PC ജോഷി നമ്മുടെ പാർട്ടി ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിംഗ്. അവിടെ അംഗീകരിക്കപ്പെട്ട രാഷ്ട്രീയ പ്രമേയത്തിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്ന ഒരു കാര്യം, ഒന്നാം പാർട്ടി കോൺഗ്രസിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോവുകയല്ല ഞാൻ, അവിടെ അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, സാമ്രാജ്യത്വത്തെ തൂത്തെറിഞ്ഞുകൊണ്ട്
ഇന്ത്യയിൽ തൊഴിലാളി വർഗ സർവാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ദേശീയ ഗവൺമെൻറ് രൂപീകരിക്കണം എന്നതായിരുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ഊന്നൽ കൊടുത്തത് ഇന്ത്യയിലൊരു ദേശീയ ഗവൺമെൻറ് എന്നതിനായിരുന്നു. ആ ദേശീയ ഗവൺമെൻറ് സാമ്രാജ്യത്വ വിരുദ്ധമായിരിക്കും, അതേസമയം തന്നെ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുമ്പോഴും തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ളതും ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ആ പ്രമേയത്തിൻ്റെ അവിടെ ചർച്ച ചെയ്ത് അംഗീകരിച്ച പ്രമേയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം അത് അവിടെ വ്യക്തമാക്കിയിരുന്നു. അത് ഇന്ത്യയിലൊരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ ക്രമം പടുത്തുയർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു അവിടെ അംഗീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമായി പറഞ്ഞത്. 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് തന്നെ ഒരു ഭരണഘടന ഒരു ഡ്രാഫ്റ്റ് അന്ന് തന്നെ ഉണ്ടായിരുന്നു എങ്കിലും ആദ്യമായി ചില കാതലായ മാറ്റങ്ങൾ വരുത്തിയത് 1931 അത് സെൻട്രൽ കമ്മിറ്റിയിൽ വരുത്തിയ മാറ്റമാണ്. ആ ഭരണഘടന 43 പാർട്ടി കോൺഗ്രസ്സിൽ, ഒന്നാം പാർട്ടി കോൺഗ്രസ്സിൽ കുറച്ചുകൂടി അഴിച്ചുപണികൾ നടത്തുകയും പാർട്ടിയുടെ എംബ്ലത്തെ സംബന്ധിച്ച്, കൊടിയെ സംബന്ധിച്ച്, പതാകയെ സംബന്ധിച്ച് ഒക്കെ വിശദമായി അതിൽ പ്ലാൻ ചെയ്ത് പറയുകയും ചെയ്തിരുന്നു. ഒന്നാം പാർട്ടി കോൺഗ്രസ് സമാപിക്കുമ്പോൾ ഇന്ത്യയിലെ നിരവധി കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എത്തിച്ചേർന്നിരുന്നൊരു സമയമാണ്. എങ്കിലും PC ജോഷിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഒന്നാം പാർട്ടി കോൺഗ്രസ് പിരിയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നാം പാർട്ടി കോൺഗ്രസ് സമാപിച്ചതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ടുള്ള സമരത്തിലേക്ക് പോകാൻ രാജ്യത്തൊരു ദേശീയ മുന്നണി രൂപീകരിക്കാൻ വേണ്ടിയുള്ള വ്യാപകമായ പ്രക്ഷോഭങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്തിരുന്നു. ഒന്നാം പാർട്ടി കോൺഗ്രസ്സിന് ശേഷമുള്ള കാലയളവിൽ അതുപോലെ തന്നെ തുടർന്നിങ്ങോട്ടുള്ള നാളുകളിലൊക്കെ ദേശീയ സ്വാതന്ത്ര്യ സമരം വളരെ ശക്തമായി വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അന്നുണ്ടായ ചില സംഭവവാസങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നുകൂടിയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഏറെക്കുറെ അതേ സമയം തന്നെയാണ് കയ്യൂരിലെ സംഭവവാസങ്ങൾ ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മലബാറിലെ കർഷക സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ ജന്മിമാരുടെയും ഗുണ്ടാകളുടെയും വിളയാട്ടത്തിനും കർഷക ചൂഷണത്തിനുമെതിരായി കയ്യൂരിലെ കർഷകർ സംഘടിക്കുകയും സമരം നടത്തിയതും അവിടെ കർഷകരുടെ ആ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരുന്ന കർഷകരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തതുമെല്ലാം കയ്യൂർ സംഭവവുമായി ബന്ധപ്പെട്ട് നാം പഠിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കർഷകരെയും കമ്മ്യൂണിസ്റ്റുകാരെയും അന്ന് ധാരാളമായിട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. 60 പേരുടെ പേരിലാണ് കയ്യൂർ കേസ് ചുമത്തിയിരുന്നത് എന്നൊരു പക്ഷേ നമ്മുടെ സഖാക്കൾ ഓർക്കുന്നുണ്ടാവും. അതിലെ 5 സഖാക്കളെയാണ് തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി വിധിച്ചത്. അതിൽ 4 പേരെ 1943 മാർച്ച് 29 അതിലെ 4 പേരെ തൂക്കിക്കൊന്നു. മഠത്തിൽ അപ്പു, കുഞ്ഞമ്പ് നായർ, ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ എന്നീ 4 സഖാക്കളെയാണ് തൂക്കിക്കൊന്നത്. ചൂരിക്കാടൻ കൃഷ്ണൻ നായർ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ, കർഷക നേതാവിനെ പ്രായപൂർത്തിയായില്ല എന്ന കാരണത്താൽ തൂക്കിക്കൊല്ലാതെ ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഉൾപ്പെടെ 5 പേരുടെ പേരിലാണ് വധശിക്ഷയ്ക്ക് വേണ്ടി കോടതി ആദ്യം തീരുമാനിക്കുന്നത്, ബ്രിട്ടീഷ് കോടതി. എന്നാൽ ചൂരിക്കാടന് പ്രായപൂർത്തിയാവാത്തതുകൊണ്ട് മറ്റ് 4 പേരെയും തൂക്കിക്കൊന്ന ഒരു കാലഘട്ടം 1943 എന്നുള്ളത് കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർത്തിരിക്കണം.